ആശ്വാസം നേടാം. ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. പ്രിയമുള്ളവരെ, കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുവിൻ, നീയും നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. അപ്പോസ്തല പ്രവർത്തനം 16-ാം അധ്യായത്തിൻ്റെ 31 മുതലുള്ള വാക്യങ്ങളാണ് നമ്മൾ കാണുന്നത്. കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുവിൻ, നീയും നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. അപ്പോസ്തല പ്രവർത്തനം 4-ാം അധ്യായം 12-ാം വാക്യത്തിൽ പറയുന്നു, ആകാശത്തിന് കീഴിൽ മനുഷ്യർക്ക് രക്ഷയ്ക്കായി മറ്റൊരു നാമവുമില്ല യേശുക്രിസ്തുവിൻ്റെതല്ലാതെ. പ്രിയമുള്ളവരെ, എന്താണ് യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക എന്ന് പറയുന്നത്? നമ്മളിന്ന് ഈ വചന ശുശ്രൂഷയിലെ നമ്മൾ ധ്യാനിക്കുന്നത് അതാണ്, യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക. ഏകദേശം കരിസ്മാറ്റിക് നവീകരണം സഭയിൽ ആരംഭിച്ചതിൻ്റെ ജൂബിലി ആഘോഷിക്കാൻ പോകുന്ന ഈ അവസരത്തിൽ അനേക മക്കൾ, പ്രത്യേകിച്ച് ആത്മീയ സമൂഹത്തെ എത്രമാത്രം യേശുവിൽ രൂപാന്തരപ്പെടുത്തിയെന്ന് നമ്മൾ കാണുന്നുണ്ട്. ഒരുപക്ഷെ ഇതിനു മുൻപുണ്ടായിരുന്ന പല തലമുറയിലും നമ്മുടെ കാരണവന്മാർക്കൊക്കെ സാധിക്കാത്ത പല കാര്യങ്ങളും ഇന്ന് അൽമേയർ ചെയ്യുന്നു. കാരണം ഞാൻ അൽമേയർ എന്ന് പറഞ്ഞത് അൽമേയ സമൂഹം സഭയിൽ കൂടുതലുള്ളത് കൊണ്ടാണ്. എത്രയോ പേര് വചനപ്രഘോഷകരായി മാറി, എത്രയോ പേര് ആതുര ശുശ്രൂഷകളും മറ്റും നിർവഹിക്കുന്നു. തങ്ങളുടെ കുടുംബവും കുടുംബസമേതം അനേകർ സമൂഹത്തിൻ്റെ പാർശ്വവൽക്കരിക്കപ്പെട്ട ദരിദ്രരെയും വൃദ്ധജനങ്ങളെയും മാതാപിതാക്കൾ നഷ്ടപ്പെട്ടവരെയും ആലംബഹീനരെയും ഒക്കെ അന്വേഷിച്ചിറങ്ങിയിരിക്കുന്നു. ഏതെല്ലാം തരത്തിലുള്ള കാര്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും കേരളത്തിൽ. കഴിഞ്ഞ 1-2 വർഷങ്ങളിൽ കേരളത്തിലുടനീളം ഒന്ന് സന്ദർശിക്കുവാനും വളരെയധികം സെൻറ്ററുകൾ കാണുവാനും ഇടയായപ്പോഴാണ് ദൈവത്തിൻ്റെ കാരുണ്യം മനുഷ്യഹൃദയത്തിൽ വന്നപ്പോൾ എന്തുമാത്രം കാരുണ്യ പ്രവർത്തികളാണ് കേരളത്തിൽ ആരംഭിച്ചിരിക്കുന്നത്. കേരള സഭയെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞാൽ ഈ കരിസ്മാറ്റിക് നവീകരണത്തിൻ്റെ ഏറ്റവും വലിയൊരു ഔട്ട്പുട്ട് എന്ന് പറയുന്നത് അതാണ്. ഒത്തിരി മനുഷ്യർ തങ്ങളുടെ ജീവിതത്തിൽ വേണമായിരുന്നു സ്വന്തം കുടുംബവും നോക്കി മക്കളെ നോക്കി ജീവിച്ചാൽ മതിയായിരുന്നു. ഇതിപ്പോഴേ എല്ലാം ജോലിയും എല്ലാം ഉപേക്ഷിച്ച് ഇവരെ ശുശ്രൂഷിക്കുവാനും അവർക്ക് വേണ്ടി ജീവിക്കാനും അവരോട് ഒത്തു കിടക്കാനും അവരോടൊത്ത് ചരിക്കാനും തയ്യാറായ ധാരാളം മനുഷ്യരെ കാണാനിടയായി. മറ്റ് ജീവിതാന്തസ്സിലേക്ക് വന്നില്ല എന്നല്ല, സിസ്റ്റേഴ്സിൻ്റെയൊക്കെ കോൺവെൻറ്റുകളിലോ അല്ലെങ്കിൽ വൈദികർ നടത്തുന്ന സന്യാസ സ്ഥാപനങ്ങളിലോ ഇടവകകൾ വൈദികരുടെ ഇടയിലോ വന്നില്ല എന്നല്ല ഞാൻ പറഞ്ഞതിനർത്ഥം. പക്ഷേ ഇതിനു മുമ്പ് ഉണ്ടാവാത്ത വണ്ണം അൽമേയരുടെ ഇടയിൽ ഈ ഉണർവിന് കാരണമായത് വ്യക്തിപരമായി യേശുക്രിസ്തുവിനെ കണ്ടുമുട്ടിയ ധാരാളം മനുഷ്യരുണ്ടായി എന്നുള്ളതാണ്. വ്യക്തിപരമായി യേശുക്രിസ്തുവിനെ കണ്ടുമുട്ടിക്കഴിഞ്ഞാൽ പിന്നീട് അവിടുന്ന് നമ്മൾ ചലിക്കാൻ തുടങ്ങുന്നു. പൗലോസ്ലീഹ വളരെ വ്യക്തമായും പറയുന്നുണ്ട്. ഇതാ യേശുക്രിസ്തുവിനെ കണ്ടുമുട്ടിയിരിക്കുന്ന ചില വ്യക്തികളെക്കുറിച്ച് പൗലോസ്ലീഹ പറയുമ്പോൾ കൊളോസ്സോസ് ലേഖനത്തിൽ അത് പറയുന്നുണ്ട്. അവിടുന്ന് പറയുകയാണ്, കർത്താവിന് യേശുക്രിസ്തുവിനെ നിങ്ങൾ സ്വീകരിച്ചിരിക്കുന്നതിനാൽ അവനിൽ ജീവിക്കുവിൻ. അവനിൽ വേരുറപ്പിക്കപ്പെട്ടും പണിതുയർത്തപ്പെട്ടും നിങ്ങൾ സ്വീകരിച്ച വിശ്വാസത്തിൽ ദൃഢത പ്രാപിച്ചും കൊണ്ട് അനർഗളമായ കൃതജ്ഞതാപ്രകാശനത്തിൽ മുഴുകുവിൻ. ക്രിസ്തുവിന് യോജിക്കാത്ത പ്രപഞ്ചത്തിൻ്റെ മൂലഭൂതങ്ങൾക്കും മാനുഷിക പാരമ്പര്യത്തിനും മാത്രം ചേർന്നതുമായ വ്യർത്ഥ പ്രലോഭനത്തിനും തത്വചിന്തയ്ക്കും ആരും നിങ്ങളെ ഇരയാക്കാതിരിക്കട്ടെ. ദൈവത്വത്തിൻ്റെ പൂർണ്ണത മുഴുവൻ അവനിൽ മൂർത്തീഭവിച്ചിരിക്കുന്നു. എല്ലാ ആധിപത്യങ്ങളുടെയും അധികാരങ്ങളുടെയും ശിരസായ അവനിലാണ് നിങ്ങളും പൂർണ്ണത പ്രാപിച്ചിരിക്കുന്നത്. അവനിൽ നിങ്ങളും പരിച്ഛേദന സ്വീകരിച്ചിരിക്കുന്നു. കൈകളാൽ നിർവഹിക്കപ്പെടുന്ന പരിച്ഛേദനമല്ല, ശരീരത്തിൻ്റെ അധമവാസനകളെ നിർമ്മാർജ്ജനം ചെയ്യുന്ന ക്രിസ്തുവിൻ്റെ പരിച്ഛേദനം. ജ്ഞാനസ്നാനം വഴി നിങ്ങൾ അവനോടൊപ്പം സംസ്കരിക്കപ്പെട്ടു. മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച ദൈവത്തിൻ്റെ പ്രവർത്തനത്തിലുള്ള വിശ്വാസം നിമിത്തം അവനോടുകൂടെ ഉയർപ്പിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു. പ്രിയമുള്ളവരെ, യേശുക്രിസ്തുവിനെ കണ്ടുമുട്ടിയ പല വ്യക്തികളും ഉദ്ധിതനായ ക്രിസ്തുവിൻ്റെ ശക്തി ധരിച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ചിലർ മദ്യപാനത്തിന് അടിമകളായിരുന്നു. എന്തിനധികം മദ്യഷാപ്പ് നടത്തിക്കൊണ്ടിരുന്നവരുണ്ടായിരുന്നിരിക്കാം. ജീവിതത്തിലെ സ്വാർത്ഥതയിൽ മാത്രം തൻകാര്യം മാത്രം നോക്കി ജീവിച്ചിരുന്നവരെ അനേക മനുഷ്യർ മറ്റുള്ളവരുടെ ഇടയിലേക്ക് ജീവിക്കാൻ തുടങ്ങിയതിൻ്റെ രഹസ്യം ഒരു ഏകസ്ഥൻ എന്ന നിലയിൽ ഇങ്ങനെയൊക്കെ വന്ന മനുഷ്യരോടൊത്ത് സഹകരിക്കാനും സഹവസിക്കുവാനും ഒക്കെ ഇടയായപ്പോൾ ഞാൻ എൻ്റെയും അതുപോലെ തന്നെ അവരിലും കടന്നു വന്ന യേശു രക്ഷകൻ എന്ന നിലയിൽ അവരിൽ അങ്ങനെ കടന്നു വന്നു കണ്ടതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇന്നിത് പങ്കുവയ്ക്കാൻ പോകുന്നത്. പ്രിയമുള്ളവരെ, യേശുക്രിസ്തുവിനെ സ്വന്തം ജീവിതത്തിൽ രക്ഷിതാവുന്നാഥനുമായി സ്വീകരിക്കാൻ സാധിക്കുക. കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക, നാം രക്ഷ പ്രാപിക്കും. എന്താണ് വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ അർത്ഥം? കർത്താവിനെ പ്രത്യേകിച്ച് 2000 വർഷങ്ങൾക്ക് മുമ്പ് കാൽവരി മലയുടെ നെറുകയിൽ 3 ആണികളിൽ തൂങ്ങി മരിച്ച മനുഷ്യൻ ഇന്ന് എനിക്ക് ആരാണെന്ന് എൻ്റെ ഹൃദയം മന്ത്രിക്കുന്നു. അതാണ് വാസ്തവത്തിൽ യേശുവിനെ രക്ഷകനായി സ്വീകരിക്കാൻ ഒരാൾക്കുണ്ടാകേണ്ട ഒന്നാമത്തെ കാര്യം. പൗലോസ്ലീഹ ഇത് അനുഭവിച്ചറിഞ്ഞ ആളാണ്. അതുകൊണ്ടാണ് അദ്ദേഹം റോമാലേഖനത്തിൻ്റെ
8-ാം അധ്യായത്തിൽ പറയുകയാണ്, ആകയാൽ യേശുക്രിസ്തുവിനോട് ഐക്യപ്പെട്ടിരിക്കുന്നവർക്ക് ശിക്ഷാവിധിയില്ല. അവനിലുള്ള ജീവാത്മാവിൻ്റെ നിയമം നിന്നെ പാപത്തിൻ്റെയും മരണത്തിൻ്റെയും ആധിപത്യത്തിൽ നിന്ന് മോചിപ്പിച്ചിരിക്കുന്നു. അതായത് ശരീരത്താൽ ദുർബലമാക്കപ്പെട്ട നിയമത്തിന് അസാധ്യമായത് ദൈവം ചെയ്തു. പാപകരമായ ശരീരത്തിൻ്റെ സാദൃശ്യത്തിൽ തൻ്റെ പുത്രനെ അയച്ചുകൊണ്ട് പാപത്തിന് ശരീരത്തിൽ ശിക്ഷ വിധിച്ചു. ഇത് ശരീരത്തിൻ്റെ പ്രവണതകൾക്കനുസരിച്ച് ജീവിക്കാതെ ആത്മാവിൻ്റെ പ്രചോദനമനുസരിച്ച് ജീവിക്കുന്ന നമ്മളിൽ നിയമത്തിൻ്റെ അനുശാസനം പൂർണ്ണമാകാൻ വേണ്ടിയാണ്. പ്രിയമുള്ളവരെ, കർത്താവ് ശരീരം ധരിച്ച് ഈ ഭൂമിയിൽ വന്നത് എന്നെയും നിങ്ങളെയും പാപത്തിൻ്റെ അടിമത്തത്തിലായ നമ്മുടെ ജഡത്തെ അതിൽ നിന്നും വിമുക്തരാക്കി തൻ്റെ ഉത്ഥാനം ചെയ്ത ശരീരം പോലെ തേജസ്സുറ്റതും മഹത്വപൂർണ്ണതുമായതും ആക്കാൻ വേണ്ടിയാണ്. അപ്പോൾ അതിന് അപ്രകാരം യേശു നമ്മളെ രക്ഷിച്ചുവെന്ന് ബോധ്യപ്പെടണമെങ്കിൽ 2000 വർഷങ്ങൾക്ക് മുമ്പ് തങ്കച്ചൻ്റെ പാപം യേശുക്രിസ്തുവിൻ്റെ മേൽ പിതാവ് ചുമത്തി. അവൻ എൻ്റെ പാപത്തിൻ്റെ ശിക്ഷ ഏറ്റെടുത്തു. അവൻ്റെ മേൽ കർത്താവ് സകലവിധ ശിക്ഷകളും ചുമത്തി. മാത്രമല്ല, ഞാൻ പാപത്താൽ മൃതരായിരുന്നു, അതിന് പകരം തൻ്റെ പുത്രനെ മരണത്തിന് വിട്ടുകൊടുത്തു അവിടുന്ന്. അങ്ങനെ എനിക്ക് നിത്യജീവൻ തന്നു. ഇത് ഒരു വ്യക്തി ആശയമെന്ന നിലയിൽ നിന്നും ഒരു അനുഭവമെന്ന തലത്തിലേക്ക് വരുമ്പോൾ ആ വ്യക്തിയുടെ ജീവിതം പുതിയ സൃഷ്ടിയാകും. അതാണ് 2 കൊറിന്ത്യർ 5:17 അവിടെ നിന്ന് പറയുന്നുണ്ടല്ലോ, യേശുക്രിസ്തുവിലായിരിക്കുന്നവൻ പുതിയ സൃഷ്ടിയാണ്. മാത്രമല്ല, ഗലാത്യ ലേഖനം 6-ാമത്തെ അധ്യായം 15-ാം വാക്യത്തിലും പറയുന്നുണ്ട്, പരിച്ഛേദന സ്വീകരിക്കുന്നതോ സ്വീകരിക്കാതിരിക്കുന്നതോ അല്ല കാര്യം, മറിച്ച് ഒരു പുതിയ സൃഷ്ടിയാകുക എന്നാണ് കാര്യം. പത്രോസ്ലീഹ അത് വളരെ മനോഹരമായി പറഞ്ഞു. പത്രോസ്ലീഹയുടെ 1-ാമത്തെ ലേഖനം 4-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, പിതാവായ ദൈവം നമ്മോട് കാണിച്ച കാരുണ്യാതിരേകത്താൽ യേശുക്രിസ്തുവിൻ്റെ കാൽവരിയിലെ യാഗവും ഉത്ഥാനവും വഴി നമ്മെ സജീവമായ പ്രത്യാശയിലേക്കും സ്വർഗത്തിൽ നമുക്കായി ഒരുക്കിയിരിക്കുന്ന അക്ഷയവും കളങ്കരഹിതവും ഒളിമങ്ങാത്തതുമായ ഒരു അവകാശത്തിലേക്ക് നമ്മളെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു. ഈ വീണ്ടും ജനനത്തിൻ്റെ അനുഭവത്തിലേക്ക് കടന്നു വരുമ്പോഴാണ് വാസ്തവത്തിൽ ഒരുത്തൻ യേശുവിനെ രക്ഷിതാവുന്ന അതിനുവന്ന് ആയി സ്വീകരിച്ചു എന്ന് പറയാൻ സാധിക്കുന്നത്. നമുക്കറിയാമല്ലോ, യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിൻ്റെ 3 മുതലുള്ള വാക്യങ്ങളിലെ കർത്താവ് നിക്കോദെമോസിനോട് പറഞ്ഞുവല്ലോ, നീ വീണ്ടും ജനിക്കുന്നില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക സാധ്യമല്ലെന്ന്. അപ്പോൾ യേശുക്രിസ്തു ഇവിടെ വന്നത് ദൈവരാജ്യം സ്ഥാപിക്കുവാനാണ്. കർത്താവിലൂടെ ദൈവരാജ്യം ഉദ്ഘാടനം ചെയ്തു. അവിടുന്ന് തന്നെ തൻ്റെ ദൗത്യം ആരംഭിച്ചപ്പോഴേ തന്നെ പറഞ്ഞല്ലോ, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, അനുദപിച്ചു സുവിശേഷത്തിൽ വിശ്വസിക്കുവിൻ എന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ മർക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യം അവിടെ നിന്ന് ആരംഭിക്കുന്നത്. പ്രിയമുള്ളവരെ, ദൈവരാജ്യത്തിലേക്ക് തിരിയുവാൻ മനുഷ്യമക്കളെ പ്രാപ്തമാക്കുന്നത് യേശുക്രിസ്തുവിലുള്ള വിശ്വാസമാണ്. കർത്താവ് എനിക്ക് എന്തെങ്കിലും സാധിച്ചു തന്നു എന്നതല്ല, അതിനേക്കാൾ ഉപരിയായി യേശുക്രിസ്തുവിലൂടെ നിറവേറിയ യേശുവിൻ്റെ കുരിശിലെ മരണത്തിൻ്റെ അർത്ഥം എന്താണ്, യേശു ഉത്ഥാനം ചെയ്തതിൻ്റെ അർത്ഥം എന്താണ്, ഇതെൻ്റെ ഹൃദയത്തിൽ വിശ്വസിക്കാൻ സാധിച്ചാൽ നമ്മളെല്ലാവരും പുതിയ വ്യക്തികളായി തീർന്നു. പ്രിയമുള്ളവരെ, യേശുക്രിസ്തുവിൻ്റെ കാൽവരിയിലെ യാഗം എങ്ങനെയാണ് നമ്മളെ വിമോചിപ്പിച്ചതെന്ന് എഫേസ്യസ് ലേഖനം 2-ാം അധ്യായത്തിൽ പൗലോസ് വ്യക്തമാക്കുന്നുണ്ട്. എഫേസ്യസ് ലേഖനത്തിൻ്റെ 2-ാം അധ്യായത്തിൽ ഇങ്ങനെ പറയുന്നത്, ഇപ്രകാരമാണ് പറയുന്നത്, അപരാധങ്ങളും പാപങ്ങളും മൂലം ഒരിക്കൽ നിങ്ങൾ മൃതരായിരുന്നു. അന്ന് ഈ ലോകത്തിൻ്റെ ഗതി പിന്തുടർന്നും അനുസരണക്കേടിൻ്റെ മക്കളിൽ പ്രവർത്തിക്കുന്ന അരൂപിയായ അന്തരീക്ഷ ശക്തികളുടെ അധീശന്മാരെയും അനുസരിച്ചുമാണ് നിങ്ങൾ ജീവിച്ചിരുന്നത്. അനുസരണക്കേടിൻ്റെ ഈ മക്കളോടൊപ്പം ഒരു കാലത്ത് നമ്മളും ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ഇഷ്ടം സാധിച്ചുകൊണ്ട് ജഡമോഹങ്ങളിൽ ജീവിച്ചിരുന്നു. നമ്മളും മറ്റുള്ളവരെ പോലെ സ്വഭാവേന ക്രോധത്തിൻ്റെ മക്കളായിരുന്നു. എന്നാൽ നമ്മൾ പാപം വഴി മൃതരായിരുന്നിട്ടും കരുണാസമ്പന്നനായ ദൈവം നമ്മോട് കാണിച്ച മഹത്തായ സ്നേഹത്താൽ ക്രിസ്തുവിനോടുകൂടി നമ്മളെ ജീവിപ്പിച്ചു. കൃപയാൽ നമ്മൾ രക്ഷിക്കപ്പെട്ടു. അവനോടുകൂടി ഉയർപ്പിച്ച് സ്വർഗത്തിൽ ഇരുത്തുകയും ചെയ്തു. ഇത് അവിടുന്ന് യേശുക്രിസ്തുവിൽ നമ്മോട് കാണിച്ച കാരുണ്യത്താൽ വരാനിരിക്കുന്ന കാലങ്ങളിൽ തൻ്റെ അപരിമേയമായ കൃപാസമൃദ്ധിയെ വ്യക്തമാക്കുവാനാണ് ഇപ്രകാരം ചെയ്തത്. വിശ്വാസം വഴി കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത്. അത് നിങ്ങൾ നേടിയെടുത്തതല്ല, ദൈവത്തിൻ്റെ ദാനമാണ്. അപ്പോൾ യേശുക്രിസ്തുവിനുള്ള വിശ്വാസം വഴി ദൈവകൃപ നമ്മളിലേക്ക് കടന്നു വരുന്നു. അതുവഴിയാണ് നമുക്ക് രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വരാൻ സാധിക്കുന്നത്. ഞാൻ ഓർക്കുകയാണ്, ഒരു ഏകസ്ഥ ജീവിതം നയിക്കുവാൻ തീരുമാനിച്ചിരുന്ന ഞാൻ ജീവിതത്തെ തന്നെ ചിട്ടപ്പെടുത്തുകയും ക്രമപ്പെടുത്തുകയും ജീവിക്കാൻ തുടങ്ങി ഏതാണ്ട് ഒരു 18 വയസ്സ് മുതൽ. അന്ന് എല്ലാ ദിവസവും പള്ളിയിൽ പോവുക, 15 ദിവസത്തിലൊരിക്കൽ കുമ്പസാരിക്കുക, ഞായറാഴ്ച ദിവസം കർത്താവിന് വേണ്ടി മാറ്റിവെക്കുക. മാത്രമല്ല, പിയോസിൻ്റെ ബൈബിൾ ആദ്യം ഇറങ്ങിയപ്പോൾ ഒറ്റയിരിപ്പിനിരുന്ന് പിയോസിൻ്റെ പുതിയ നിയമം മാത്രമല്ല ആദ്യം ഇറങ്ങിയത്. അന്ന് ഒറ്റ ഇരിപ്പിനിരുന്ന് മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം മുതൽ വെളിപാട് വരെ വായിച്ച ശേഷമാണ് ബൈബിൾ താഴെ വെച്ചത്. അത്രമാത്രം തീക്ഷ്ണതയോടെ ഇതൊക്കെ അറിയണമെന്നുള്ള ആഗ്രഹമുണ്ടായിരുന്ന ഒരാൾ.
1981 ഒരു നവീകരണ ധ്യാനത്തിന് കടന്നു ചെന്നപ്പോൾ 5 പ്രാവശ്യം ബൈബിൾ വായിച്ച് തീർത്ത ശേഷം ചെന്ന ആളാണ് ഞാൻ. പക്ഷേ ഒരിക്കൽ പോലും ഒരു ബൈബിളിലെ വാക്യം എവിടെ കിടക്കുന്നത് എനിക്കറിയില്ല പറയാൻ. ഒരു വാക്യം ആരെങ്കിലും പറഞ്ഞാൽ അത് ഏത് അധ്യായമാണെന്ന് അറിയത്തില്ല, അധ്യായം പറഞ്ഞാൽ വാക്യം ഏതാണെന്ന് അറിയത്തില്ല. എന്തിനധികം 5 പ്രാവശ്യം ബൈബിൾ വായിച്ചിട്ടും ചില പുസ്തകങ്ങൾ പോലും കണ്ടുപിടിക്കാൻ അറിയില്ല ബൈബിൾ വായിക്കാൻ. ആ രീതിയിലായിരുന്നു ഞാൻ. നവീകരണ ധ്യാനത്തിന് കടന്നു ചെന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ഈ പറഞ്ഞ അനുഷ്ഠാനങ്ങളും ആചാരങ്ങളും ഒക്കെ മുറ തെറ്റാതെ പള്ളിയിൽ പോയാൽ കൈകൂപ്പി പിടിക്കുമ്പോൾ എങ്ങനെയായിരിക്കണം എൻ്റെ ആക്ഷൻ എന്ന് പോലും എനിക്ക് നിർബന്ധമുണ്ട്. വിരലുകൾ വലിയ ഈ വിരലുകൾ ക്രോസ് ആകൃതിയിലിരിക്കണം, ഇതിങ്ങനെ ഇരിക്കണം, ഇതൊക്കെ എനിക്ക് നിഷ്ഠയുള്ള ഒരാളാണ്. പ്രിയമുള്ളവരെ, ആ ധ്യാനത്തിൽ വെച്ചാണ് എനിക്ക് മനസ്സിലായത് എൻ്റെ പ്രവൃത്തികളോ എൻ്റെ ആചാരാനുഷ്ഠാനങ്ങളോ അല്ല. എന്തിനധികം ഞാൻ വിശ്വസിച്ചിരുന്നു, ഞാൻ അന്ന് മത്തായിയുടെ സുവിശേഷം 25-ാമത്തെ അധ്യായത്തിലെ 25-ാം അധ്യായത്തിലെ അന്ത്യവിധി, ആ അന്ത്യവിധിയെക്കുറിച്ച് ഞാൻ മത്തായിയുടെ സുവിശേഷത്തിൽ കണ്ടു. അതെന്നെ വളരെയധികം സ്വാധീനിച്ചു. കാരണം എന്താണെന്ന് പറഞ്ഞാൽ, ഞാൻ രോഗിയായിരുന്നു, നീ എന്നെ വന്ന് കണ്ടു. ഈ കാര്യങ്ങൾ എന്നെ ഏറെ സ്വാധീനിച്ചു. 31 മുതലുള്ള വാക്യങ്ങൾ, മത്തായി 25-31 മുതലുള്ള വാക്യങ്ങൾ അവിടെ പറയുന്നുണ്ടല്ലോ, അവൻ അവരെ തമ്മിൽ വേർതിരിക്കും. അവൻ ചെമ്മരിയാടുകളെ തൻ്റെ വലതുവശത്തും കോലാടുകളെ ഇടതുവശത്തും നിർത്തും. അനന്തരം രാജാവ് തൻ്റെ വലത്ത് ഭാഗത്തുള്ളവരോട് പറയും, എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, വരുവിൻ, നിങ്ങൾക്കായി ഒരുക്കി രാജ്യം അവകാശപ്പെടുത്തുവിൻ. എന്തെന്നാൽ എനിക്ക് വിശന്നു, നിങ്ങൾ ഭക്ഷിക്കാൻ തന്നു, എനിക്ക് ദാഹിച്ചു, നിങ്ങൾ കുടിക്കാൻ തന്നു, ഞാൻ പരദേശിയായിരുന്നു, നിങ്ങൾ എന്നെ സ്വീകരിച്ചു, ഞാൻ നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ ഉടുപ്പിച്ചു, ഞാൻ രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ സന്ദർശിച്ചു, ഞാൻ കാരാഗൃഹത്തിലായിരുന്നു, നിങ്ങൾ എൻ്റെ അടുക്കൽ വന്നു. അപ്പോൾ നീതിമാന്മാർ പറയും, കർത്താവെ, നിന്നെ വിശക്കുന്നവനായി ഞങ്ങൾ കണ്ട ആഹാരം നൽകിയത് എപ്പോഴാണ്? അപ്പോഴാണ് കർത്താവ് പറയുന്നത്, ഈ ചെറിയ വല്ലൊരുവൻ ചെയ്തപ്പോഴെല്ലാം എനിക്ക് തന്നെയാണ് ചെയ്തത്. ഇതെന്നെ ഏറെ സ്വാധീനിച്ചു. അപ്പോൾ ഞാൻ വിൻസെൻ്റ് ഇപ്പോൾ സൊസൈറ്റി മെമ്പറായിട്ട് ചേർന്നു. വിൻസെൻ്റ് ഇപ്പോൾ സൊസൈറ്റിയുടെ ഞായറാഴ്ച ദിവസം വിൻസെൻ്റ് ഇപ്പോൾ സൊസൈറ്റിയുടെ പ്രവർത്തനങ്ങൾ, ഞായറാഴ്ച അന്നൊക്കെ ഞങ്ങളുടെ ഇവിടെ ഓലമേഞ്ഞ പെരകളായിരുന്നു ഞങ്ങളുടെ നാട്ടിലെ. ഇവിടെ ഓലമേഞ്ഞ് പെര ചോരാറായി നിൽക്കുന്നുവോ, അവിടെ ചെന്ന് ചോദിക്കുമ്പോൾ ഓലയ്ക്ക് കാശില്ലെന്ന് പറഞ്ഞാൽ കോൺഫറൻസിൽ നിന്ന് കാശ് ഘടിപ്പിക്കുന്നു. ആ ഞായറാഴ്ച ദിവസം ആ പെര മേഞ്ഞ് കൊടുക്കുന്നു. ഒരുവിധപ്പെട്ട പെരയൊക്കെ മേയാനായിട്ട് എനിക്ക് വളരെ നിഷ്പ്രയാസം സാധിക്കുമായിരുന്നു. അതോടൊപ്പം തന്നെ ബുധനാഴ്ച ദിവസം മെഡിക്കൽ കോളേജിൽ പോവുക, മെഡിക്കൽ കോളേജിൽ ആശുപത്രി കിടക്കുന്ന ബൈസ്റ്റാൻഡ് ഇല്ലാത്ത രോഗികളോട് കൂടെ നിന്ന് അവരെ ശുശ്രൂഷിക്കുക, വീടുകളിൽ രോഗികളെ കാണുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ വളരെ തീക്ഷ്ണതയോടെ പ്രവർത്തിച്ച് വന്നപ്പോഴേ എനിക്ക് തോന്നി സ്വർഗ്ഗത്തിൽ പോകാനുള്ള വഴി ഇതാണെന്ന്. ഓരോ സൽപ്രവൃത്തി ചെയ്യുമ്പോഴും ഞാൻ പതുക്കെ വളരാൻ തുടങ്ങി. അവസാനം ഗൃഹജ്യോതി എന്ന് പറയുന്ന പരിപാടി മാരാരിക്കുളം പഞ്ചായത്തിൻ്റെ, എൻ്റെ പഞ്ചായത്താണ് മാരാരിക്കുളം പഞ്ചായത്ത്, ആ പഞ്ചായത്തിൻ്റെ അന്നത്തെ 10-ാം വാർഡിൽ ഇത് ഗവൺമെൻറ് നടപ്പാക്കിയപ്പോൾ എൻ്റെ വാർഡാണ്. അവിടെ ഏതാണ്ട് 160ഓളം വീടുകൾക്ക് വയറിങ് ചെയ്ത് കൊടുക്കാനായിട്ട് അതും മറ്റുള്ളവരോട് ചേർന്ന് അതും ചെയ്യാനായിട്ട് ഓടി. ഒപ്പം ഏതാണ്ട് 6,300 രൂപയുടെ ഒരു ലോൺ അനുസരിച്ച് ഒരു ഭവന പദ്ധതി വന്നപ്പോൾ വീട് വയ്ക്കാൻ പോകുക, ഇങ്ങനെ നാട്ടുകാർക്ക് ചെയ്യാവുന്ന സർവീസൊക്കെ ചെയ്ത് ഓടി നടന്ന് അതിലൊക്കെ സന്തോഷിച്ചിരുന്ന ഞാൻ. എന്നാൽ ഞാൻ അറിയാതെ തന്നെ ഈ ചെയ്തുകൊണ്ടിരുന്ന അവസരത്തിൽ എന്നിലൊരു അറിയാതെ തന്നെ ഒരു സ്പിരിച്വൽ പ്രൗഡ് എന്നിൽ കടന്നുകൂടി. ഞാൻ എവിടെ നോക്കിയാലും ഞാൻ മാത്രമാണ് നല്ലവൻ, വേറെ മറ്റാരിലും നന്മ കാണാൻ പറ്റുന്നില്ല എനിക്ക്. പലപ്പോഴും അഭിമന്യ പിതാവ് വന്ന് കുർബാന ചൊല്ലുന്ന സമയത്ത് പോലും ബൈബിൾ വായിക്കാൻ വികാരിച്ച് തുറന്നു കൊടുക്കുകയാണെങ്കിൽ ഞാൻ അവിടെ നിന്ന് ചിന്തിക്കും, ശുശ്രൂഷിക്കപ്പെടുവാനല്ലേ ശുശ്രൂഷിക്കുവാനാണ് വന്നത് എന്ന് പറഞ്ഞ് ക്രിസ്തുവിൻ്റെ ഈ ശിഷ്യന് എന്ത് സംഭവിച്ചു? കൈയുടെ കുഴയൊടിഞ്ഞു പോവുക സ്വന്തമായിട്ട് ബൈബിൾ തുറന്നാൽ. എന്നാൽ കുർബാന കഴിയുമ്പോഴേ പിതാവ് ഇറങ്ങി വരുമ്പോൾ ആദ്യം മോതിരം മുത്തുന്നതും തങ്കച്ചൻ തന്നെ. ഞാനറിയാതെ എന്നിലൊരു സ്പ്ലിറ്റ് പേഴ്സണാലിറ്റി വളരുവാൻ തുടങ്ങി. അതിനേക്കാൾ ഉപരിയായിട്ട് ഏത് സൽപ്രവൃത്തി ചെയ്യുമ്പോഴും മറ്റുള്ളവരോട് കമ്പയർ ചെയ്തുകൊണ്ട് ഐ ആം ഓക്കെ, ദേ ആർ നോട്ട് ഓക്കെ. ഞാനിപ്പോഴും ഓർക്കുന്നു, മെഡിക്കൽ കോളേജിലെ ഒരു ഭാര്യ നിന്ന് ഛർദ്ദിക്കുന്നു. ഞാൻ എന്ത് പറ്റി? അത് എൻ്റെ ഭർത്താവിൻ്റെ മൂക്കിൽ നിന്ന് വരുന്ന ദുർഗന്ധം സഹിക്കാൻ പറ്റുന്നില്ല. വിരോധമില്ലെങ്കിൽ ഞാൻ ശുശ്രൂഷിച്ചോളാം. അവരെ പുറത്തിറക്കി ആ സെല്ലിലേക്ക് കയറിയിരുന്ന് അയാളുടെ മൂക്കിൽ നിന്ന് വരുന്ന കഫമൊക്കെ വലിച്ചെടുക്കുമ്പോഴൊക്കെയുള്ള ദുർഗന്ധം അവിടെയൊക്കെ വരുമ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ രോഗിയായ ആശുപത്രിയിൽ കിടന്നു, ദുർഗന്ധം വമിച്ച് നീ എന്നെ ശുശ്രൂഷിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തങ്കച്ചൻ അന്ന് വളരെ അഭിമാനത്തോടെ നോക്കിയിരിക്കുമ്പോഴാണ് അതിലെ ഒരു വൈദികനും ഒരു പേരും കൂടെ വന്നിട്ട് അമ്മയോട് വാദിക്കുന്നു, ഓടുന്നു. ഉടനെ ഞാൻ പറയും, ഇവർക്കൊക്കെ എന്ത് ബോധം, ഇവർക്കറിയാമോ സ്വർഗത്തിൽ പോകണമെങ്കിൽ ഇതൊക്കെ വേണമെന്ന്. എപ്പോഴും ഏത് കാര്യത്തിനും മറ്റുള്ളവരെ എന്നേക്കാൾ മോശം ഞാൻ മാത്രം, അയാം ഓക്കെ, ഈ ഒരു തലത്തിൽ നിൽക്കുമ്പോഴാണ് ധ്യാനം കൂടുന്നത്. ധ്യാനം കൂടാൻ അവിടെ ചെന്നപ്പെട്ടോ 29 പേര് ആലപ്പുഴ മാർക്കറ്റ് വാർഡിലുള്ള പിള്ളേരാണ്. എല്ലാത്തിനെയും ഓടിച്ചിട്ട് പിടിച്ച് കൊണ്ടുവന്ന് ധ്യാനം കയറ്റിയതാണ്. 29ാമൻ ഞാനാണ്. അവിടെയും ഒരു സൽപ്രവൃത്തി എനിക്കൊരു അവസരം കിട്ടി. കാരണം അവിടെ ഒരു തളർവാദ രോഗി ഉണ്ടായിരുന്നു. ആ രോഗിയുടെ ഭാര്യ പറഞ്ഞു, കുഞ്ഞിന് മുല കൊടുക്കണം, അതുകൊണ്ട് ഇദ്ദേഹത്തെ ധ്യാനകാലിലേക്ക് കൊണ്ടുവരാനും കൊണ്ടുവന്ന് കിടത്താനും ഭക്ഷണം വാരി കൊടുക്കാനും
ആരെങ്കിലും ഉണ്ടായിരുന്ന കൊള്ളായിരുന്നു. ഞാൻ പറഞ്ഞു ഞാൻ ഏറ്റിരിക്കുന്നു, പൊക്കളാൻ പറഞ്ഞു. രാവിലെ വന്ന് 2-ന് പോകുമ്പോൾ എല്ലാം ശരിയാക്കാമെന്ന് അവർ പറഞ്ഞു. അവർ 2-ാമത്തെ ദിവസം രാവിലെ വന്നപ്പോൾ അദ്ദേഹം കുളിച്ച് മിടുക്കനായി ഡ്രസ്സൊക്കെ മാറിയിരിക്കുന്നു. എന്നോട് ചോദിച്ചാൽ ആരാ ചെയ്തു? ഞാൻ ഇതൊക്കെ ഞാൻ ചെയ്യാം, എനിക്കതൊക്കെ ഇഷ്ടമുള്ള കാര്യമാണ് എന്ന് പറഞ്ഞ് അവിടെയും സൽപ്രവൃത്തി ചെയ്തുകൊണ്ടിരുന്ന ആളാണ്. ധ്യാനത്തിന് 3-ാം ദിവസം എല്ലാവരും കുമ്പസാരിച്ചു, ഞാൻ മാത്രം കുമ്പസാരിച്ചില്ല. അച്ഛൻ വിളിപ്പിച്ചു, എന്താണോ കുമ്പസാരിക്കാത്തത്? അച്ഛൻ വിചാരിക്കുന്ന പോലെയല്ല, ഞാൻ ചെറുപ്പം മുതലേ ഒരു വിശുദ്ധനാകാൻ ആഗ്രഹിക്കുന്ന ആളാണ്. ഞാൻ ഇതൊക്കെ ചെയ്യുന്നുണ്ട്, ഇന്ന കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഞാൻ എല്ലാം ഞായറാഴ്ച തോറും കർത്താവിൻ്റെ മേലെ വ്യാപൃതനാകും. പരീക്ഷയാണെങ്കിൽ പോലും തലേദിവസം ഞായറാഴ്ചയാണെങ്കിൽ അന്ന് പഠിക്കുന്ന വിഷയമില്ല. കർത്താവിൻ്റെ ദിവസം കർത്താവിന് വേണ്ടി മാറ്റി വെച്ചിരിക്കുന്ന ആളാണ്. ദിവസവും കുർബാനയ്ക്ക് സ്വീകരിക്കും. 15 ദിവസത്തിലൊരിക്കലാണ് കുമ്പസാരിക്കുന്നത്. ഇപ്പോൾ 7 ദിവസം അയാൾ കുമ്പസാരിച്ചിട്ട് 8 ദിവസം കഴിഞ്ഞിട്ട് എനിക്ക് കുമ്പസാരിക്കത്തുള്ളൂ. അച്ഛൻ പറഞ്ഞു താൻ പ്രത്യേക ജീവിയാണെന്ന് പറഞ്ഞു വിട്ടു. പക്ഷെ ഞാൻ പറയും, അടുത്ത ദിവസം ക്ലാസ് എടുക്കാൻ ഒരു ചെറുപ്പക്കാരൻ കടന്നു വന്നപ്പോൾ അവനെനിക്കറിയാം. പല ഗ്യാങ് കൂടി അടിയുണ്ടാക്കുക. ഞാൻ വ്യക്തിപരമായി ആദ്യത്തെ വാക്യം എന്നെ സ്പർശിച്ചത് ഇതാണ്. ആദ്യമായിട്ട് ബൈബിൾ വാക്യം സ്പർശിക്കുന്ന അവൻ്റെ വായിൽ നിന്ന് ആ ബ്രദറിൻ്റെ വായിൽ നിന്ന് വന്നതാണ്. അദ്ദേഹം പറഞ്ഞു, ദൈവത്തിൻ്റെ വചനം സജീവവും ഊർജ്ജസ്വലവുമാണ്. അത് ഇരുതല വാളിനേക്കാൾ മൂർച്ചയുണ്ട്. അത് ആത്മാവിലും ചേതനയിലും സന്ധിബന്ധങ്ങളിലും തുളച്ചു കയറും. മനുഷ്യ ഹൃദയത്തിൻ്റെ വിചാരങ്ങളും വികാരങ്ങളും വിവേചിക്കുന്നതാണെന്ന് പറഞ്ഞു. ആദ്യം എന്നെ അങ്ങ് സ്പർശിച്ചു. അതിനുശേഷം അദ്ദേഹം എല്ലാവരെയും നോക്കുന്നത് കണ്ടു. ഞാൻ നോക്കിയപ്പോൾ എനിക്കൊരിക്കലും മനുഷ്യരുടെ മുഖത്ത് നോക്കി സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യമില്ല. ഞാനൊരു 15 പേരടങ്ങുന്ന സംഘടനയിൽ പോലും ചേർന്ന് സെക്രട്ടറി സ്ഥാനം ഒരാഴ്ച കൊണ്ട് രാജിവെച്ച പാർട്ടിയാണ്. കാരണം അവിടെ നിന്ന് വായിക്കാനുള്ള സ്വാതന്ത്ര്യമില്ലായിട്ട്. ഈ ആൾ ഇവിടെ നിന്ന് പ്രസംഗിക്കുന്നു, മുഖത്ത് നോക്കുന്നു. അവസാനം അദ്ദേഹം പറഞ്ഞു, ഞാൻ വ്യക്തിപരമായി യേശുക്രിസ്തുവിനെ രക്ഷിതാവും നാഥനുമായി സ്വീകരിക്കുന്നതിന് മുമ്പ് എൻ്റെ ജീവിതത്തിലെ BC എന്തായിരുന്നു നിങ്ങൾക്ക് അറിയണമെങ്കിൽ നിങ്ങളോട് പറയാൻ എനിക്ക് സമയമില്ലാത്തതുകൊണ്ട് എനിക്ക് ജോലിക്ക് പോകാനുള്ളത് കൊണ്ട് ഈ ഇരിക്കുന്ന തങ്കച്ചനെ ഞാൻ ചുമതലപ്പെടുത്തുന്നു എന്ന് പറഞ്ഞ് അദ്ദേഹം പോയി. ഞാൻ ഓടിച്ചെന്നു, ബ്രദർ അങ്ങനെ സുവിശേഷം പ്രസംഗിക്കുന്നതിനായി. ഉടനെ ബ്രദർ പറഞ്ഞു, തങ്കച്ച, നീതിമാന്മാർക്കല്ല പാപികൾക്കാണ് യേശുവിനെ കൊണ്ട് ആവശ്യം. അപ്പം ഞാൻ നിങ്ങളൊക്കെ ചെയ്ത പാവപ്രവൃത്തി ചെയ്തിട്ട് വേണം ഇനി സുവിശേഷം പ്രസംഗിക്കാൻ. അദ്ദേഹം പറഞ്ഞു, തങ്കച്ച, എനിക്ക് നിനക്ക് പറഞ്ഞു തരാൻ അറിയത്തില്ല. ഞാൻ നിന്നെ ചെറുപ്പകാലം മുതൽ നീ ബൈബിളും പിടിച്ച് നടക്കുന്നവനായിട്ടാണ് നിന്നെ ഞാൻ കണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ അച്ഛനോട് പറയും. അവിടെ ചെന്നപ്പോൾ അച്ഛൻ പറഞ്ഞു, മകനെ, നീ സുവിശേഷം പ്രസംഗിക്കും. ഒരു കാര്യം, നിനക്ക് യേശുക്രിസ്തുവിനോട് ഒരു കൂറുള്ള സ്നേഹം ഉണ്ടാക്കണം. യേശുക്രിസ്തുവിനോട് കൂറുള്ള സ്നേഹം. എന്താ വെച്ചാൽ അതിൻ്റെ കാരണം, 2000 വർഷങ്ങൾക്ക് മുമ്പ് കാൽവരി മലയുടെ നെറുകയിൽ 3 ആണികളിൽ തൂങ്ങി മരിച്ച മനുഷ്യൻ അസ്ഥികൾ എണ്ണുവാൻ തക്കവണ്ണം അവൻ്റെ മാംസകണങ്ങൾ ചിഹ്നഭിന്നമാകുമാറ് അടിയേറ്റത് നിനക്ക് വേണ്ടിയാണെന്ന് നീ ഹൃദയത്തിൽ വിശ്വസിച്ചാൽ തീർച്ചയായിട്ടും നിനക്ക് സുവിശേഷം പ്രസംഗിക്കാൻ സാധിക്കും. അച്ഛാ, അതെൻ്റെ പ്രോബ്ലമാണ് അച്ഛൻ. ഞാൻ വളരെ നാളായിട്ട് അസ്വസ്ഥമാകുന്നൊരു കാര്യമാണ്. ഇടവകയിൽ ആരാധന വായനക്കാരനാണ് ഞാൻ. ആരാധന വായിക്കുമ്പോൾ വളരെ ഭക്തിപുരസരം വായിക്കും. ആളുകൾക്ക് കേട്ടിരുന്ന വളരെ ഇമ്പം ഉണ്ടാകുന്ന രീതിയിൽ, അതായത് ഭക്താത്മാവ് എന്നൊക്കെ പറഞ്ഞ് അഭിനയിച്ചുകൊണ്ടങ്ങ് വായിക്കാൻ തുടങ്ങും. എന്നിട്ട് യേശുവിൻ്റെ പൂങ്കാവനത്തിലെ ധ്യാനവും കർത്താവിൻ്റെ രക്തം വിയർക്കുന്നതും ഒക്കെ ഞാനങ്ങ് വായിച്ച് കരയും. ലോകാരംഭം മുതൽ ലോകാവസാനം വരെയുള്ള സകല മനുഷ്യരുടെയും പാപങ്ങൾക്ക് താൻ തന്നെ പരിഹാരം ചെയ്യണമെന്ന ചിന്ത അവിടുത്തെ ഹൃദയവ്യഥ വർദ്ധിപ്പിക്കുന്നത് നീ കാണുന്നില്ലയോ? ഹൃദയവ്യഥ മൂലം അവിടുത്തെ വിയർപ്പ് തുള്ളികൾ രക്തത്തുള്ളികളായി ഇറ്റിറ്റ് വീഴുമ്പോൾ തങ്കച്ചനൊരു കരച്ചിലാണ്. സിസ്റ്റേഴ്സ് മറ്റുള്ളവരും പറയും, തങ്കച്ച എത്ര മനോഹരമായിരുന്നു സുവിശേഷ വായന, ഇന്നത്തെ ആരാധന വായന. ഞാൻ മാത്രം ആൾക്കാരെ പോയെന്ന് പറയും, ഈശോയെ അങ്ങേക്കറിയാമല്ലോ, ഒരു മിമിക്രി ആർട്ടിസ്റ്റിൻ്റെ പാഠത്തോടെ ഞാനിത് കാണിച്ചെന്നല്ലാതെ ഐ ക്യാൻ ഫീൽ ദാറ്റ്. എനിക്കത് ഫീൽ ചെയ്യുന്നില്ല, എൻ്റെ ഹൃദയത്തെ അത് സ്പർശിക്കുന്നില്ല. അച്ഛാ, ഇതെൻ്റെ ഒരു ദുഃഖ പ്രശ്നമാണ്, എന്നെ അലട്ടുന്നൊരു പ്രശ്നമാണ്. മോനെ, നീ ഇപ്പോൾ പ്രാർത്ഥിക്കൂ, ദൈവം തന്നെ നിനക്ക് വെളിപ്പെടുത്തി തരും. ഞാൻ ആലപ്പുഴ കൈതവനപ്പള്ളിയിലാണ് ധ്യാനം കൂടിയത്. അവിടെ ഒരു കുരിശുരൂപമുണ്ട്. അവിടെ പോയി നിന്നുകൊണ്ട് ഞാൻ കുരിശിലേക്ക് നോക്കിയിട്ട് പറഞ്ഞു, കർത്താവേ, 2000 വർഷം മുമ്പ് നീ ചെയ്ത കാര്യം എനിക്ക് വേണ്ടിയാണെന്ന് എനിക്ക് വിശ്വസിക്കാനാവുന്നില്ല കർത്താവേ. എനിക്ക് ഭാവന കാണാൻ പറ്റും. ഞാൻ വേണേൽ കുരിശിൻ്റെ വഴിയുടെ ഗാനങ്ങൾ ആലപിച്ച് എന്നെ ആശ്വസിപ്പിക്കുന്ന ഒരാളാണ് ഞാൻ. എന്നെ തന്നെ പലപ്പോഴും കുരിശിൻ്റെ വഴിയുടെ ഭക്തനാണ് ഞാൻ. 4-5 കുരിശിൻ്റെ വഴി നോൻപുകാലം ആരംഭിച്ചാൽ നടത്തുന്ന പാർട്ടിയാണ്. ഞാൻ പറഞ്ഞു, കർത്താവ് ഇതൊക്കെ ചെയ്യുന്നെങ്കിലും എനിക്ക് ഐ കാൻ ഫീൽ. അവസാനം ഞാൻ അവിടെ ഇരുന്ന്, കർത്താവ് എൻ്റെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ, കർത്താവ് എൻ്റെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ, എൻ്റെ തലയിലുള്ളത് എൻ്റെ ഹൃദയത്തിലേക്ക് ആക്കി തരണമേ, പ്രാർത്ഥിക്കാൻ തുടങ്ങി. പ്രിയമുള്ളവരെ, 1 മണിക്കൂറോളം പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ഞാനറിയാതെ തന്നെ എൻ്റെ മുമ്പിൽ ഒരു ഹൃദയം പ്രത്യക്ഷപ്പെട്ടു. ദർശനമാണെന്ന് എനിക്കറിയില്ല, ഇൻസ്പിറേഷനാണെന്ന് എനിക്കറിയില്ല. ആ ഹൃദയത്തിൻ്റെ തിരുവിലാവിലൊരു മുറിവ്, ആ മുറിവിനകത്തൊരു കൊച്ചു മനുഷ്യൻ നിൽക്കുന്നു, മറ്റാരുമല്ല, തങ്കച്ചൻ. കർത്താവിനോട് പറയുന്ന പോലെ പറഞ്ഞു, മോനെ, ഇപ്പോഴും നിൻ്റെ സ്പിരിച്വൽ പ്രൗഡ്, നീ ചെയ്ത സൽപ്രവൃത്തികളാണ് നിൻ്റെ രക്ഷയ്ക്ക് നിദാനമെന്ന് നീ ചിന്തിക്കുന്നു. നീ അതുകൊണ്ട് ദൈവത്തെക്കാൾ അധികമായി നിന്നെ തന്നെ പ്രൊജക്റ്റ് ചെയ്യുന്നു. നീ സ്വാർത്ഥനും അഹങ്കാരിയുമായി മാറുന്ന അറിയുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വരാൻ തുടങ്ങി. അവിടുന്ന് എൻ്റെ കഴിഞ്ഞകാല ജീവിതം മുഴുവൻ സ്ക്രീനിലൂടെ വന്നു. ഓടിപ്പോയി അച്ഛൻ്റെ അടുത്ത് നിന്ന് വാവിട്ട് കരഞ്ഞുകൊണ്ട് ഓടിച്ചെന്ന് പറഞ്ഞ, അച്ഛാ, എനിക്കൊന്ന് കുമ്പസാരിക്കണം. 1.25 മണിക്കൂർ നീണ്ടു നിന്ന് കുമ്പസാരത്തിന് ശേഷം തിരിച്ചു വന്നു. പ്രിയമുള്ളവരെ, അന്നു മുതൽ ഇന്ന് വരെ എൻ്റെ കർത്താവിന് വേണ്ടി
എനിക്ക് എൻ്റെ കർത്താവ് എന്നെ സ്നേഹിച്ചതിന് പ്രതിസ്നേഹമായി എൻ്റെ ജീവിതത്തെ എറിഞ്ഞു കൊടുക്കാൻ സാധിച്ചു. കാരണം ഒരു ഏകസ്ഥനം എന്ന നിലയിൽ ജീവിച്ചതുകൊണ്ട് എനിക്ക് വളരെ സന്തോഷം തോന്നി. മാത്രമല്ല, ഞാൻ കുമ്പസാരിക്കാതിരുന്നപ്പോൾ അമ്മച്ചിമാർ പ്രാർത്ഥിച്ചു എനിക്ക് വേണ്ടി. അവർ പ്രാർത്ഥിച്ചിട്ട് എടുത്ത മെസ്സേജ് ഇതായിരുന്നു. അമ്മച്ചിമാർ പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, അവർ ബൈഹാർട്ട് പറഞ്ഞു, ഒരമ്മച്ചി ചുമ്മാ എന്ന് വിളിച്ചു പറയാം, കാവാലത്തുള്ളൊരമ്മച്ചി. അമ്മച്ചി പറയുകയാണ്, എൻ്റെ മകനെ, നീ യേശുക്രിസ്തുവിൻ്റെ കൃപാവരത്തിൽ നിന്ന് ശക്തി സ്വീകരിക്കുക. എന്നെ കൂടെ അനേകം സാക്ഷികളുടെ മുൻപിൽ വെച്ച് എന്നിൽ നിന്നും കേട്ടവ മറ്റുള്ളവരെ കൂടെ പഠിപ്പിക്കുവാൻ കഴിവുള്ള വിശ്വസ്തരായ ആളുകൾക്ക് പകർന്നു കൊടുക്കുക. സൈനിക സേവനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന പടയാളി തന്നെ സൈന്യത്തിൽ ചേർത്ത ആളിൻ്റെ ഇഷ്ടം നിറവേറ്റാനുള്ളതിനാൽ മറ്റു കാര്യങ്ങൾ തലയിടാറില്ല. വരുന്ന ക്ലേശങ്ങളെല്ലാം സന്തോഷപൂർവ്വം സഹിക്കുക. എനിക്കറിയാമോ, അന്നു മുതൽ എൻ്റെ കർത്താവിൻ്റെ ജീവിതത്തിലേക്ക് വന്നു. ഹൈറേഞ്ചിൽ ചെന്ന് കഴിഞ്ഞിട്ട് വണ്ടി ഒരു പുതിയ സൃഷ്ടിയായ പോലെ എനിക്ക് തന്നെ തോന്നി. ഞാൻ നടക്കുന്ന ഭൂമി, ഒരു ഉറുമ്പിനെ കണ്ടാൽ ദൈവത്തെ സ്തുതിക്കണം, കാട്ടാനയെ കണ്ടാൽ ദൈവത്തെ സ്തുതിക്കണം, വനത്തിലെ എന്ത് സംഭവം കണ്ടാലും ദൈവത്തെ സ്തുതിക്കണം. ഈ ഒരു പരുവം മാത്രമല്ല, 5:30 മണി വരെ ഒരു തീപ്പെട്ടി കമ്പനിയിൽ ജോലി ചെയ്തിട്ട് 13 കിലോമീറ്റർ നടന്ന് പാണ്ടിപ്പാറയിൽ പോകും. അവിടെ പോയി സുവിശേഷം കൊടുത്തിട്ട് രാത്രി 2 മണിക്ക് തിരിച്ചു വരും. എന്തിനധികം നാരാക്കാലം എന്ന് പറയുന്ന സ്ഥലത്തൊരിക്കലെ അമ്മച്ചിമാരെയൊക്കെ വിളിച്ചു കൂട്ടി അന്ന് ധ്യാനം തുടങ്ങി. വൈകുന്നേരം 6:30 മണിക്ക് തുടങ്ങുന്ന ധ്യാനം രാത്രി 4 മണിയാകുമ്പോൾ ഞങ്ങൾ പിരിച്ചു വിടും. എന്നിട്ട് പിന്നെയും പിറ്റേ ദിവസം ചെല്ലും. 3 ദിവസം അടുപ്പിച്ച് 3 ടീമിന് വെളുക്കുന്നവരെ പ്രസംഗം. ഇങ്ങനെ പലപ്പോഴും പല രാത്രികളിൽ ഓടാൻ തുടങ്ങി. ഞാൻ പറയും, അന്ന് മുതൽ ഇന്ന് വരെ കേരളത്തിലുടനീളം ഓടുന്നതിൻ്റെ പിന്നിൽ എന്നെ പ്രേരിപ്പിക്കുന്ന ഒരു പ്രേരക ശക്തി എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി മുറിഞ്ഞു, എനിക്ക് വേണ്ടി തകർന്നു, എൻ്റെ പകരക്കാരനായി എനിക്ക് വേണ്ടി മരിച്ചു. അവൻ്റെ മരണം എനിക്ക് ജീവൻ തന്നു. അവൻ്റെ ഉത്ഥാനം എന്നെ സ്വർഗത്തിന് അവകാശിയാക്കി. പ്രിയമുള്ളവരെ, യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഏതൊരു വ്യക്തിയും തിരിച്ചറിയേണ്ട ഒരു സത്യമാണ്, അവൻ്റെ മരണം എന്നെ പാപത്തിൽ നിന്ന് മോചിപ്പിച്ചു. അവൻ്റെ പീഡാസഹനം എൻ്റെ പാപത്തിന് പരിഹാരമായി. അവൻ്റെ മരണം എന്നെ നിത്യജീവനിലെത്തിച്ചു. അതുകൊണ്ട് ഞാൻ സ്വർഗത്തിന് അവകാശിയാണ്, ഞാൻ സ്വർഗത്തിൻ്റെ പുത്രനാണ്. ഈ ഭൂമിയിൽ വക്രം നിറഞ്ഞതും വഴിപിഴച്ചതുമായ തലമുറകളുടെ ഇടയിലെ ഒരു കുറ്റമറ്റ ദൈവപൈതലായി ജീവിക്കുവാനുള്ള തീരുമാനമെടുക്കാൻ യേശുക്രിസ്തുവിനെ സ്വന്തം ജീവിതത്തിൽ സ്വീകരിക്കുക. എന്തൊക്കെ ഉപേക്ഷിച്ചാലും 100 ഇരട്ടിയായിട്ട് അവൻ പ്രതിഫലം തരും. ഞാൻ ഏകസ്ഥനം എന്ന നിലയിൽ ഒരു പക്ഷേ വിവാഹം വേണമെന്ന് വെച്ചു. മാതാപിതാക്കൾ എല്ലാവരേക്കാൾ അധികമായി കർത്താവിൻ്റെ കാര്യത്തിൽ ഓടി. പക്ഷേ എൻ്റെ കർത്താവ് കേരളത്തിലെന്നല്ല, കേരളത്തിന് വെളിയിലും അനേകം പേരെ സഹോദരങ്ങളായും മാതാപിതാക്കളായും തന്നു. പണം, എൻ്റെ സമ്പാദ്യം, ഇപ്പോഴെനിക്ക് കിട്ടുന്ന പൈസ പോലും ഞാൻ ചിലപ്പോൾ ജനങ്ങൾക്ക് കൊടുത്തുനിന്ന് വരാം. അത് വരുമ്പോഴും എൻ്റെ ആവശ്യങ്ങൾ വരുമ്പോൾ എല്ലാം കർത്താവ് മനോഹരമായിട്ട് നയിക്കുന്നു. പ്രിയമുള്ളവരെ, യേശുക്രിസ്തുവിനെ രക്ഷിതാവെന്ന് ആദ്യമായിട്ട് സ്വീകരിക്കുക. അപ്പോൾ കർത്താവ് അവനെ പ്രതി, അവനോടുള്ള കൂറിനെ പ്രതി നീ എന്ത് ഉപേക്ഷിച്ചാലും 100 ഇരട്ടി തരുമെന്നുള്ള വാഗ്ദാനം നിറവേറാൻ ഇടയാകും. അതിനുള്ള കൃപ കർത്താവ് തരട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.